സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓർത്തണം, ലൈക്ക് എടുക്കണം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. അപ്പോൾ ഇന്നൊരു മാർബിൾ കേക്ക് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് മെഷറിംഗ് കപ്പിൻ്റെ ആവശ്യമോ ബീറ്ററിൻ്റെ ആവശ്യമോ ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഒരു 3 മുട്ട ഒരു കപ്പിലെടുത്തിട്ടുണ്ട്. ആ ഒരു മുട്ടയുടെ അളവാണ് നമ്മൾ മെഷറിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. മുട്ടയുടെ അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സാണ് മെഷറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാർക്ക് ചെയ്തതാണ് മുട്ടയുടെ അളവ്. ഇതേ അളവിൽ തന്നെയാണ് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇതേ അളവിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടത്. ആ മുട്ടയുടെ അളവ് ഗ്ലാസ്സിലൊന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അളവ് തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ മിക്സറിലാണ്. അപ്പോൾ ആദ്യം പഞ്ചസാര, ആ മുട്ടയുടെ അതേ അളവിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എഗ് വൈറ്റും ആ മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. അത് കാരണം നന്നായിട്ടൊന്ന് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബീറ്ററൊന്നും ഇല്ലാതല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി എഗ് വൈറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അതിൽ നമ്മുടെ എല്ലാ മിക്സറിലും ബ്ലെൻഡറിലും ലെഫ്റ്റ് സൈഡിലേക്ക് പൾസ് സ്വീപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മളിത് ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എഗ് വൈറ്റും പഞ്ചസാര നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ മുട്ടയുടെ ആ യോക്ക് മഞ്ഞ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇതിലൊരു ആ മുട്ടയുടെ പകുതി അളവ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ ബാറ്റർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മുട്ടൊക്കെ ചേർത്തതല്ലേ, പിന്നെ വാനില കേക്കും ആയത് കാരണം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇപ്പം നമ്മളെ ബാറ്റർ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ആദ്യം മൈദ ഒന്ന് തരിച്ചെടുക്കണം. മൈദ 2 വട്ടം നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് തരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ബാറ്ററിലിട്ട് അത് തരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് കട്ട് ആൻഡ് ഫോൾഡ് ഡയറക്ഷനിൽ അത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാനില കേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബാറ്ററിലേക്ക്. ഈ വിനീഗറും ബേക്കിംഗ് സോഡയും നമ്മൾ കേക്ക് നന്നായിട്ടൊന്ന് പൊന്തി വരാനാട്ടോ ചേർക്കുന്നത്.
നമുക്ക് ചോക്ലേറ്റ് കേക്കും കൂടി ഉണ്ടാക്കണം. അതിന് ആവശ്യം ചോക്ലേറ്റിൻ്റെ ആ ബാറ്റർ കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ പകുതിയാക്കിയിട്ട് ഒരു പകുതി വാനില കേക്കും പകുതി ചോക്ലേറ്റ് കേക്കും ആക്കുകയാണ്. ഇനി പകുതി ബാറ്ററിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് ഡയറക്ഷനിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ബാറ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബേക്കിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ഓവനൊന്നും ഇല്ലാതെ നമ്മൾ സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം വയ്ക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഒരു പാത്രം നമ്മളെന്നും കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരു അടിയിലൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ സോസ് പാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു തവി വാനിലയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക, ഒരു തവി മറ്റേ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വല്ല ഡിസൈൻ വേണ്ടവർക്ക് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ ആക്കി എടുക്കാം. നന്നായിട്ട് മൂടി വെച്ച് ഒരു 25 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേക്ക് ബേക്ക് ആയിരിക്കണോ ഇല്ലെന്ന്. കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചായക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.